ഫ്രണ്ട്സ്, ഹലാ നീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പി ഇന്ന് നമുക്ക് പരിചയപ്പെടാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലില്ലാത്ത ചിക്കനാണ്, നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇതൊരു 300 ഗ്രാം ചിക്കൻ ഉണ്ടാവും. അപ്പോൾ നമ്മളിതിങ്ങനെ തന്നെ നീളത്തിൽ തന്നെ ഇത് അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത്, ഞാനൊരു ബൗളെടുത്ത് അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും, പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതും കൂടി നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ വിനീഗറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലൂസായി പോവരുത്. ഞാനിതിവിടെ ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കണം. ഒരു 3 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അന്നേരം തന്നെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവാൻ ഇത് കുറച്ച് സമയം വെച്ചാലാണ്. അപ്പോൾ നമുക്കിതൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിതിപ്പോൾ 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത് എടുത്ത് വെച്ചതാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുന്നേ ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കൊന്ന് ഇട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇത് റോൾ ചെയ്തതിന് ശേഷം വീണ്ടും കയ്യിലേക്ക് എടുത്ത് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ തന്നെ ചെയ്തെടുക്കണം. ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് ഫ്രൈ ചെയ്യരുത്, കാരണം ഇതിൻ്റെ ഉള്ളിൽ വേവാതെ പോകും. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരു നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും കോരി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കണം. കിടിലൻ ടേസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ, മറക്കാതെ ചെയ്യണേ. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പിയുമായി ഇനിയും കാണാം.